ഹലോ ഓൾ, ഏവർക്കും നമസ്കാരം. നമ്മളിന്ന് നിൽക്കുന്ന ലൊക്കേഷൻ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ ടൗണിൽ നിന്നും കറക്റ്റ് 5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നെടുന്തോട് ബസ് സ്റ്റോപ്പിൽ നിന്നും കറക്റ്റ് 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല പ്രൊജക്റ്റിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് പറ്റിയ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു 4 BHK വില്ല, 1600 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിരിക്കുന്ന 4 സെൻറ്റ് പ്ലോട്ടിൽ വരുന്ന ഒരു വില്ലയാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഈ നിൽക്കുന്ന ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ ഏകദേശം 5 മീറ്റർ വൈഡോട് കൂടിയുള്ള ഇൻറ്റേർണൽ റോഡുണ്ട്. ഒത്തിരി നല്ല വില്ലകൾ ഓൾറെഡി ഇവിടെ കൺസ്ട്രക്ട് ചെയ്തതും പണി നടന്നുകൊണ്ടിരിക്കുന്നതായ ഒത്തിരി വില്ലകൾ ഇവിടെയുണ്ട്. സോ നല്ലൊരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റാണ്, അല്ലെങ്കിൽ ഒരു വീടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നല്ല അനുയോജ്യമായ ഒരു സ്ഥലമാണ്. നല്ല വെള്ളവും മറ്റു കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ളൊരു സ്പേസാണ് ഈ ഒരു സ്പേസ്. ഇവിടെ നമ്മൾ ഈ ഒരു വില്ല വരുന്നത് 4 BHK ആണ്, വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി 2 കാർ പാർക്കിംഗ് കൂടിയാണ് ഈ ഒരു വില്ല വരുന്നത്. സോ നമുക്കതിൻ്റെ ഡീറ്റെയിലിലേക്ക് പോവാം. സോ നിങ്ങൾ ആലുവ അതുപോലെ തന്നെ പെരുമ്പാവൂർ ഏരിയയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ച് രാജഗിരി ഹോസ്പിറ്റൽ എന്നീ ഏരിയയിലെല്ലാം വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് പെരുമ്പാവൂർ ആലുവ റോഡിന് ഇടയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ നെടുന്തോട് ജംഗ്ഷൻ, അതായത് AM റോഡ് നെടുന്തോട് ജംഗ്ഷനിൽ നിന്ന് വെറും 1 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസാണ് ഈ ഒരു റെഡി ടു ഓക്യുപ്പൈ വില്ലയിലേക്ക് വരുന്നത്. ഇതിൻ്റെ ബഡ്ജറ്റ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഒരു ഹൈലൈറ്റ്. 56 ലക്ഷം രൂപ എന്ന നെഗോഷ്യബിൾ പ്രൈസിലാണ് ഈ ഒരു വില്ല വന്നിട്ടുള്ളത്. സോ നമുക്ക് അതിൻ്റെ അകത്തേക്ക് പോവാം, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അകത്തേക്ക് കണ്ടു നോക്കാം. സോ ഞാനിപ്പോൾ ഉള്ളത് വീടിൻ്റെ അകത്തെ കോമ്പൗണ്ടിലാണ്. ഇവിടെ ഗേറ്റ് GI ട്യൂബിൻ്റെ ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് നമുക്ക് ഈ അകത്ത് കിട്ടുന്നുണ്ട്. അതേസമയം നമുക്കിവിടെ 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഫുൾ കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ തൊട്ട് ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു കിണർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് വെള്ളത്തിൻ്റെ കാര്യങ്ങൾക്കെല്ലാം നല്ല അവൈലബിലിറ്റി ഉള്ള ഒരു ഏരിയ ആണ്. നല്ലൊരു സ്പേസ് തന്നെ നമുക്ക് ഈ വേണ്ട എൻ്റെ കോമ്പൗണ്ടിന് എല്ലാ ഏരിയയിലേക്കും കൊടുത്തിട്ടുണ്ട്. കിണർ ഈ ഭാഗത്ത് വരുന്നു. കൂടാതെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു കാർ പാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു സൈഡിലും ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. സോ ഇതാണ് ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഏരിയയിലെ കാര്യങ്ങൾ. 2 സൈഡിലേക്കും അത്യാവശ്യം നല്ലപോലെ സ്പേസ് കൊടുത്തിട്ട് തന്നെയാണ് ഈ ഒരു വില്ല കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് ഞാൻ നിൽക്കുന്നത് സിറ്റ് ഔട്ട് ഏരിയ സ്പേസിലാണ്. അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ള ഏരിയ. നമുക്കൊരു 4 ചെയറൊക്കെ ഇടാനുള്ള ഒരു സ്പേസ് ഈ ഒരു സിറ്റ് ഔട്ട് ഏരിയ സ്പേസിൽ കിട്ടുന്നുണ്ട്. കൂടാതെ അതിന് ഫ്ലോറിംഗ് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്നതാണ് ലിവിങ് ഏരിയ സ്പേസ്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം, ഒരു ഏരിയ കണ്ടു നോക്കാം. സോ ഇതാണ് ലിവിങ് ഏരിയ സ്പേസ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു സ്ക്വയർ ഷേപ്പിലുള്ളൊരു സ്പേസ് തന്നെയാണ്. നല്ല ഒരു ഏരിയ തന്നെ കിട്ടുന്നുണ്ട്. നമുക്കൊരു കോർണർ സോഫയൊക്കെ ഇടാൻ കഴിയുന്ന നല്ലൊരു ഏരിയ തന്നെയാണ് ഈ ഏരിയ കിട്ടുന്നത്. കൂടാതെ ഇവിടെ 3 പാളികളുള്ള 2 ജനലുകളും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ലൈറ്റും കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു ഏരിയ ആണ്. സോ നമുക്ക് ഇത്രയാണ് ഈ ഒരു ലിവിങ് ഏരിയ സ്പേസ് നമുക്ക് കിട്ടുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ്. ഞാനിപ്പോൾ ഈ കടന്നു വരുന്നതാണ് ഡൈനിങ് ഏരിയ സ്പേസ്. നമ്മൾ ലിവിങ് ഏരിയ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉള്ളൊരു ഏരിയ ആണ് ഡൈനിങ് ഏരിയ സ്പേസ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയ സ്പേസിൻ്റെ ഈ ഒരു കോർണർ നമുക്കൊരു TV യൂണിറ്റ് ഏരിയ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് കിട്ടുന്ന ഒരു ഏരിയ കിട്ടുന്നുണ്ട്. കൂടാതെ നമുക്ക് ടേബിൾ കാര്യങ്ങളൊക്കെ ഇടാനുള്ള സ്പേസ് ഇവിടെയാണ് കിട്ടുന്നത്. നല്ലൊരു വലിയൊരു ടേബിൾ തന്നെ ഇടാനുള്ള ഒരു സ്പേസ് തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് നമുക്കൊരു വാഷ് ഏരിയ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റെയർ കേസിന് തൊട്ട് താഴെ തന്നെയായിട്ടാണ് ആ വാഷ് ഏരിയ യൂണിറ്റ് കൊടുത്തത്. ഒട്ടും സ്ഥലം കളയാത്ത രീതിയിൽ നല്ല ഒതുക്കത്തിലാണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ അതിന് തൊട്ട് ബാക്കിൽ തന്നെയായിട്ടൊരു 4 പാളികളുടെ ജനലും കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയ സ്പേസിൻ്റെ കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്തത് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകൾ, അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി 2 ബെഡ്റൂമുകളും കൂടാതെ ഒരു കിച്ചൺ ഏരിയ സ്പേസും വരുന്നുണ്ട്. ഫസ്റ്റ് ബെഡ്റൂം ഏരിയ സ്പേസ് ഇവിടെയാണ് വരുന്നത്. നമുക്കത് കണ്ടു നോക്കാം. സോ നമ്മൾ നെക്സ്റ്റ് കാണുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ 1ാമത്തെ ബെഡ്റൂം ഏരിയ സ്പേസാണ്. നമുക്കൊരു മാസ്റ്റർ ബെഡ്റൂം ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഏരിയ ആണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂം ഏരിയ സ്പേസാണ്. നമുക്ക് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം ഏരിയ സ്പേസും കൂടി വരുന്നുണ്ട്. കൂടാതെ നമുക്കൊരു വലിയൊരു കട്ടിലും അതുപോലെ തന്നെ ഒരു ഷെൽഫ് കാര്യങ്ങളെല്ലാം വെക്കാനുള്ള ഒരു ചെറിയൊരു സ്പേസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു സൈഡിലാണ്. എല്ലാം ഫുൾ ഫേർണിഷ്ഡ് ആയിട്ടുള്ള ഫുൾ എല്ലാ ആക്സസറീസും കൂടിയുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂം ഏരിയ സ്പേസാണ്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ബെഡ്റൂമിൻ്റെ സെയിം ആ ഒരു വലിപ്പം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ ഇവിടെയും അറ്റാച്ച്ഡ് ബാത്റൂം തന്നെ കൊടുത്തിരിക്കുന്നു. നമുക്കൊരു വലിയൊരു കട്ടിലും അതുപോലെ തന്നെ നല്ലൊരു വാർഡ്രോബ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ വരുന്നു.
സോ അടുത്ത് നമ്മൾ പോകുന്നത് നമ്മുടെ കിച്ചൺ ഏരിയ സ്പേസിലേക്കാണ്. ഈ ഒരു കിച്ചൺ ഏരിയ സ്പേസ് അത്യാവശ്യം നല്ല ഒരു ഏരിയ കൊടുക്കുന്ന വരുന്നൊരു സ്പേസ് തന്നെയാണ്. ഒരു മോഡുലാർ ഡിസൈനിലുള്ള കിച്ചണാണ്. അതിൻ്റെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കൂടാതെ അതിൽ ബർത്തിൻ്റെ അടിയിലും സ്റ്റോറേജും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. വാഷിങ്ങിനും മറ്റുള്ള പൈപ്പ് കണക്ഷനും കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു കാര്യങ്ങളാണ് നമുക്ക് കിച്ചൺ ഏരിയ സ്പേസിൽ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഇതിന് തൊട്ട് അടുത്തായിട്ട് തന്നെ ഈ ഡോർ നമുക്ക് പുറത്തേക്ക് ഒരു കവേർഡ് ആയിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് വീടിൻ്റെ പുറത്തേക്കായിട്ടുള്ള ഒരു ഏരിയ അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കതൊരു വർക്ക് ഏരിയ കാര്യങ്ങളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ് ഉണ്ട്. സോ അതാണ് നമുക്ക് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്. സോ നെക്സ്റ്റ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. സോ ഞാനിപ്പോൾ നിൽക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ അപ്പർ ലിവിങ് ഏരിയ സ്പേസിലാണ്. നമുക്ക് നല്ലൊരു എൽ ഷേപ്പിലുള്ള ഒരു ലിവിങ് ഏരിയ സ്പേസാണ് അവിടെ കിട്ടുന്നത്. കൂടാതെ ഇവിടെ നമുക്കൊരു ടി വി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനുള്ള സ്പേസും അതുപോലെ തന്നെ ഒരു സോഫ ഇടാനുള്ള സ്പേസും കാര്യങ്ങൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് 2 ബെഡ്റൂമുകളാണ്. ഇതിൽ ഒരെണ്ണം അറ്റാച്ചഡും ഒരെണ്ണം അറ്റാച്ച്ഡ് അല്ലാത്തൊരു ബെഡ്റൂം ഉണ്ട്. കൂടാതെ ഒരു ചെറിയൊരു ബാൽക്കണിയും അതുപോലെ തന്നെ നമുക്ക് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയ സ്പേസും ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലുണ്ട്. സോ നമുക്ക് ആദ്യം ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം ഏരിയ സ്പേസ് കാണാം. സോ നമ്മൾ നെക്സ്റ്റ് കാണുന്നത് വീടിൻ്റെ പുറത്തേക്കുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയ സ്പേസാണ്. നമുക്ക് വാഷിങ്ങിനും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസാണ്. കവേർഡ് ആയിട്ടുള്ളൊരു സ്പേസാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സോ അവസാനമായിട്ട് ഞാൻ നിൽക്കുന്നത് വീടിൻ്റെ ബാൽക്കണി ഏരിയ സ്പേസിലാണ്. നല്ലൊരു ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള നല്ലൊരു ബാൽക്കണി ഏരിയ സ്പേസാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഹാൻഡ് റെയിലും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റീൽ ഗ്ലാസ് കോമ്പിനേഷനിൽ ഹാൻഡ് റെയിലും കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയുമാണ് ഈ വില്ലയുടെ ഡീറ്റെയിൽ. നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നത് ആലുവ പെരുമ്പാവൂർ AM റോഡിൽ നിന്നും നെടുന്തോട് ജംഗ്ഷനിൽ നിന്നും വെറും 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല വരുന്നത്. 1600 സ്ക്വയർ ഫീറ്റിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഈ വില്ല 4 സെൻറ്റ് പ്ലോട്ടിലാണ് വരുന്നത്. 4 BHK വരുന്ന വില്ലയ്ക്ക് 3 ബെഡ്റൂമുകൾ അറ്റാച്ച്ഡും 1 ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ലാത്തതുമായ ബെഡ്റൂമാണ് ഉള്ളത്. ഫർണിഷ്ഡായുള്ള കിച്ചൺ, അതുപോലെ തന്നെ 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ്, അതുപോലെ തന്നെ വാട്ടർ ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. ഒത്തിരി റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസും കാര്യങ്ങളെല്ലാം ഉള്ള ഒരു ഏരിയ തന്നെയാണ്. സോ നമുക്ക് പെരുമ്പാവൂർ ആലുവ ഏരിയയിലെല്ലാം വീട് നോക്കുന്നവർക്ക് നല്ലൊരു ആപ്റ്റായിട്ടുള്ളൊരു പ്രോജക്റ്റ് തന്നെയാണിത്. 56 ലക്ഷം രൂപയാണ് ഈ ഒരു വില്ലയ്ക്ക് ഇവർ ചോദിക്കുന്ന വില. നെഗോഷ്യബിൾ പ്രൈസാണ്. സോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഈ വില്ല നിങ്ങൾക്കൊന്ന് നേരിട്ട് കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഡയറക്റ്റായിട്ട് ഈ ഒരു വീടിൻ്റെ ഓണറോട് തന്നെ ചോദിച്ച് നിങ്ങൾക്ക് അറിയാൻ കഴിയും. സോ അതിനടുത്ത് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.